الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وفي رواية وكل ضلالة في النار يا أيها الناس أوصيكم وإياي نفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ സ്നേഹനിധികളായ മാതാപിതാക്കളെ ഏറ്റവും പ്രിയപ്പെട്ട യുവാക്കളെ പ്രിയമുള്ള കുട്ടികളെ ജീവിതത്തിൽ ഉടനീളം തഖ്വയോടെ ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ജീവിതത്തിൽ ഉടനീളം അനുധാവനം ചെയ്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞ യഥാർത്ഥ മുസ്ലിമീങ്ങളായി ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ചായയിരിക്കുന്ന മക്കള് സഫിലേക്ക് വന്നു. സുഖമില്ലാത്ത ആളുകൾ മാത്രം ചാരി ഇരിക്കുക. അല്ലാത്ത സഹോദരങ്ങൾ സഫ് നിർബന്ധമായി പൂർത്തിയാക്കണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി എന്ന ഖുർആനിന്റെ ടോപ്പിക്കാണ്. ഓരോ പ്രഭാത വേളയിലും പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും ലഹരിയുമായി ബന്ധപ്പെട്ട കഥകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ബോധവൽക്കരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഖുർആൻ പറഞ്ഞ മരുന്ന് പ്രയോഗിക്കാത്തത് കൊണ്ടാണ് തുടച്ചു നീക്കാൻ പറ്റാത്തത്. ഏറ്റവും വലിയ ഒരു ബിസിനസ് മേഖലയായി ലഹരി മാറുകയാണ്. അതിന്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഡോക്ടർക്ക് പഠിക്കുന്ന കുട്ടികളും
എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളും LLBക്ക് പഠിക്കുന്ന ആളുകളുമാണ് അതിന്റെ കച്ചവടക്കാർ. അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ പിടിക്കപ്പെടുമെന്നറിയാം. മാതാപിതാക്കൾ ആ മക്കളെ പ്രൊഫഷണലാക്കി വളർത്താൻ വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജുകളിൽ വിടുന്നത്. ഏറ്റവും ഒടുവിലാണ് നമ്മൾ കണ്ടത് 6 അംഗ സംഘത്തെ പിടിക്കപ്പെട്ടത് എഡ്യൂക്കേറ്റഡ് ആയ യുവാക്കളാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യൻ തിന്മയിൽ നിന്ന് എല്ലാ അർത്ഥത്തിലുമുള്ള തിന്മയിലേക്കാണ് സഞ്ചരിക്കുക. ഇപ്പൊ ഇന്ന് 2 വാർത്ത നമ്മൾ കണ്ടു കാണും. അതിലൊന്ന് സ്വത്തുമായി ബന്ധപ്പെട്ടിട്ട് ജ്യേഷ്ഠൻ സഹോദരനെ കൊന്ന വാർത്തയാണ്. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, ആ കൊല്ലപ്പെട്ടയാള് മണ്ണിലും കൊന്നയാള് ജയിലിലും, 2 ആൾക്കും സ്വത്ത് കിട്ടിയില്ല. ഇതാണ് ഖുർആൻ. തൊട്ടപ്പുറത്തൊരു വാർത്ത കണ്ടു. ഏതാണ്ട് 80 വയസ്സോളം പ്രായമുള്ള വയോവൃദ്ധയെ മക്കൾ എറണാകുളത്തെ KSRTC സ്റ്റാൻഡിൽ ഉപേക്ഷിച്ചു പോയ മറ്റൊരു വാർത്ത. എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ ഈ മക്കൾക്കൊക്കെ മാതാപിതാക്കളെ വലിച്ചെറിയാൻ തോന്നുക? 8ഉം 10ഉം മക്കളെ ഒരു അമ്മക്ക് വളർത്താം, അല്ലെ? 5ഉം 6ഉം 7ഉം മക്കളെ ഒരു അമ്മക്ക് പ്രസവിക്കാം. ഓരോ ദിവസവും വിശപ്പ് മാറ്റിക്കൊണ്ട് ആ മക്കളെ വളർത്താം. പക്ഷെ 8 മക്കൾക്ക്, 10 മക്കൾക്ക്, 12 മക്കൾക്ക് ഒരു അമ്മയെ നോക്കാൻ കഴിയാത്ത കാലഘട്ടം. അവിടെയാണ് ഖുർആൻ മനുഷ്യനെ വിളിക്കുന്നത്. അവിടെയാണ് ഖുർആൻ ധാർമ്മിക ബോധമുള്ള മൂല്യമുള്ള ജനതയെ വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് സഞ്ചരിക്കാനുള്ള കാരണം? പല കാരണങ്ങൾ ഉണ്ടാകാം. ഖുർആൻ പറയുന്നു, 41-ാം അധ്യായം സൂറ ഫുസ്സിലത്തിലെ 34-ാമത്തെ വചനം, വലാ തസ്തവിൽ ഹസനതു വല സയ്യിഅ, നന്മയും തിന്മയും സമമല്ല. ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ, ഏറ്റവും നല്ലതുകൊണ്ട്, ഏറ്റവും നന്മ കൊണ്ട് ആ തിന്മയെ ഇല്ലാതാക്കണം. ഒരാൾ ഇങ്ങോട്ട് ചീത്ത വിളിച്ചാൽ തിരിച്ച് ചീത്ത വിളിക്കാനല്ല ധാർമ്മികത, പുഞ്ചിരിച്ചുകൊണ്ട് ക്ഷമിക്കുക എന്നതാണ്. ആ ചീത്തവിളി അവന്റെ സംസ്കാരമാണ്. സുബഹി നമസ്കരിച്ച നാം, നമ്മുടെ സംസ്കാരമാണ് ക്ഷമിച്ചുകൊണ്ട് പുഞ്ചിരിക്കുക എന്നത്. അവിടെയാണ് ഇസ്ലാം മനുഷ്യനെ അടയാളപ്പെടുത്തുന്നത്. അതല്ല അവൻ നമ്മളെ ചീത്ത വിളിച്ച് നമുക്കറിയാം, അതിനേക്കാൾ ഇരട്ടിയും എനിക്കറിയാം. അവൻ എന്നെ വാപ്പയ്ക്കാണ് വിളിച്ചതെങ്കിൽ അതിനേക്കാൾ അപ്പുറം ചീത്ത എനിക്കറിയാം. അതല്ല, അത് ഇസ്ലാമിന്റെ അടയാളപ്പെടുത്തലല്ല. ഇവിടെയാണ് മുസ്ലിമീങ്ങള് മാറേണ്ടത്. അതുകൊണ്ട് തിന്മയിലല്ല ജീവിക്കേണ്ടത്, നന്മയിലാകണം. ഏറ്റവും നല്ലത് കൊണ്ടാണ് ആ തിന്മയെ ഇല്ലാതാക്കേണ്ടത്. നമ്മളൊക്കെ മക്കളെ ഉപദേശിക്കാറില്ലേ? എടാ എന്ന വിളി ഇസ്ലാം അനുവദിക്കുന്നില്ല. ഉണ്ടോ? നിസ്കരിക്കാത്ത മകനാണെങ്കിലും, പള്ളിയുമായി ബന്ധമില്ലാത്ത മകനാണെങ്കിലും, നമ്മൾ പറഞ്ഞാൽ അനുസരിക്കാത്ത മകനാണെങ്കിലും, ഒന്ന് കൂട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവനെ വഴക്ക് പറയരുത്. ഉമ്മയുടെ മുമ്പിൽ വെച്ചുകൊണ്ട്, സഹോദരിയുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അവനെ ചീത്ത പറയരുത്, അടിക്കാൻ കൈക്കോങ്ങരുത്. ആ നിസ്കരിക്കാത്ത, സമയത്ത് വീട്ടിലേക്ക് വരാത്ത, മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കാത്ത മക്കളെ
എന്ത് വിളിക്കാനാ ഖുർആൻ പറഞ്ഞത്? യാ ബുനയ്യ, അല്ലെ? എടാ എന്ന് വിളിക്കാൻ ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് വിളിച്ച നിങ്ങള് യാ ബുനയ്യ അഖിമിസ്സലാ, എന്റെ പൊന്നു മോനെ നിസ്കരിക്കണേ. ഇത് രസമാണത്. അതാണ് ധാർമ്മികത. അതാണ് ധാർമ്മികത ഇസ്ലാമിൻ്റെത്. അതുപോലെ തന്നെ അടിക്കാൻ കയ്യോങ്ങലല്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇദ്ഫഉ ബില്ലതി ഹിയ അഹ്സൻ. കാലഘട്ടം വളരെ മോശമാണ്, മക്കളെ കൂട്ടുകെട്ടുകൾ മോശമാണ്. മോനെ എന്ന് വിളിക്കാൻ, പൊന്നു മോനെ എന്ന് വിളിക്കാൻ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തെ ഇസ്ലാം വീട്ടിലാവണം. അതുകൊണ്ട് തിന്മയിൽ നിന്ന് മാറിയിട്ട് നന്മയുള്ളവരാകണം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് മൻ അമില സ്വാലിഹൻ, തിന്മയിൽ മുഴുകിയ ഇക്കാലഘട്ടങ്ങളിൽ ഒരു നന്മ ആരെങ്കിലും ചെയ്താൽ ആ നന്മയുടെ ഗുണമാർക്കാണ്? ഫലിനഫ്സിഹി, അത് അവന്റെ ശരീരത്തിനാണ്, അവന്റെ ജീവിതത്തിനാണ്. ഞാൻ പുകവലിക്കില്ല എന്ന് തീരുമാനിച്ചാൽ, എങ്ങനെ? ഞാൻ പുകവലിക്കില്ല എന്ന് തീരുമാനിച്ചാൽ ആ പുകവലി തിന്മയാണ്, ലഹരിയാണ്. ലോട്ടറി തിന്മയാണ്, ലഹരിയാണ്, അല്ലെ? അങ്ങനെയാണ് ഖുർആൻ പരിചയപ്പെടുത്തിയത്. അഥവാ കുറെ നാളെടുത്തു 500 അടിച്ചാലോ അത് വല്ലാത്ത ലഹരിയായിട്ട് മാറും. ഹറാമിൽ നിന്ന് ഹറാമിലേക്ക് സഞ്ചരിക്കും. മൻ അമില സ്വാലിഹൻ ഫലിനഫ്സി, ഒരു നന്മ നിങ്ങൾ ചെയ്താൽ ആ നന്മ അത് നിങ്ങൾക്ക് തന്നെയാണ്. വമൻ അസ്വാഅ ഫഅലൈഹി, ഇനി അതല്ല ഒരു തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ തിന്മയുടെ ഫലവും നിങ്ങളാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലഹരിയുമായി ബന്ധപ്പെട്ട, തിന്മയുമായി ബന്ധപ്പെട്ട, അക്രമങ്ങളുമായി ബന്ധപ്പെട്ട ജനങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ നാം തീരുമാനിക്കണം, നന്മയുടെ ആളുകളായിട്ട് മാറണം. നമ്മുടെ മക്കള് നന്മയുടെ ആളുകളായിട്ട് മാറണം. എന്താണ് കൊലപാതകങ്ങൾ അധികരിക്കാനുള്ള കാരണം? അക്രമങ്ങള് അധികരിക്കാനുള്ള കാരണം? ഒരുപാട് കാരണങ്ങൾ അതുമായി ബന്ധപ്പെട്ട മേഖലകൾ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലഹരിയുടെ ഉപയോഗങ്ങൾ കൂടുകയാണ്. പ്രത്യേകിച്ച് പോർട്ടുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോ പല മേഖലയിൽ നിന്ന്, ഗുജറാത്ത് പോലെയുള്ള മേഖലയിൽ നിന്ന് വളരെ സുന്ദരമായി രാഷ്ട്രീയപരമായ ഇടപെടലിലൂടെ വിഴിഞ്ഞത്തുകൂടി ഇങ്ങനെ ലഹരികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ലഹരിയുടെ ഉപയോഗം കൂടുകയാണ്. മറ്റൊന്ന് മദ്യപാനമാണ്. അതേപോലെ തന്നെ നമ്മളൊക്കെ അത്ഭുതത്തോട് കാണുന്ന പ്രണയമാണ്. മൂന്ന് മക്കളുള്ള 48 വയസ്സുള്ള ഒരു ഉമ്മയ്ക്ക്, ഒരു അമ്മയ്ക്ക്, ഒരു ചേച്ചിക്ക്, ഒരു വയോവൃദ്ധയായ പെണ്ണിന്, അല്ലെങ്കിൽ 45 വയസ്സുള്ള ഒരു സ്ത്രീക്ക് 23 വയസ്സുള്ള ആൺ സുഹൃത്ത്. അതാണ് കാലം. മാറി, ആൺ സുഹൃത്തായി മാറി. അത് മറ്റതോ പെൺ സുഹൃത്തായിട്ട് മാറുകയാണ്. എടുത്തവണ കണ്ടില്ലേ, 16 വയസ്സുള്ള പെണ്ണിനെ കൊന്നിട്ട് മറ്റവൻ കെട്ടിത്തൂങ്ങി അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ മരണപ്പെടുകയാണ്. കൊലപാതകങ്ങൾ അധികരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്നലെ കണ്ടില്ല നമ്മള് 3 പേര് മദ്യപിക്കുകയാണ്. ഇസ്ലാം മദ്യപാനം ഹറാമാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? തിന്മയുടെ കേന്ദ്രമാണ്. ആ 3 പേര് ഷെയറിട്ട് മദ്യപിച്ചിട്ട് മാറിൽ നിന്ന് തർക്കങ്ങൾ ഉണ്ടാകുന്നു. അവസാനം നടു റോഡിൽ ആളുകൾ കാണിക്കെ, ആളുകളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ റോഡിൽ ഒരാളെ തല്ലിക്കൊല്ലുന്നു. ഒക്കെ നിങ്ങള്, അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അതുകൊണ്ടാണ് പ്രവാചകൻ ഹദീസിൽ പറഞ്ഞത്, ലഹരിയിലേക്ക് നിങ്ങൾ അടുക്കരുത്. മിഫ്താഹു കുല്ലി ശർറിൻ, ലഹരി എന്നത്, മദ്യപാനം എന്നത്, അതുമായി ബന്ധപ്പെട്ടതെല്ലാം സകലമായ തിന്മയുടെയും കേന്ദ്രങ്ങളാണ്. കുടിക്കുന്നതിന് മുമ്പ് സൗഹാർദ്ദമായിരുന്നു. കുടിച്ചു കഴിഞ്ഞപ്പോ വൈരാഗ്യമായി, പകയായി, കൊലപാതകമായിട്ട് മാറി. 2 ആള് ജയിലിലേക്കും 1 ആള് മണ്ണിനടിയിലേക്കും. സഹോദരങ്ങളെ ചിന്തിക്കുക.
സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാൻ കഴിയും, കുല്ലു മുസ്കിരിൻ ഹറാമുൻ, എല്ലാ ലഹരിയും ഹറാമു തന്നെയാണ്. ഇച്ചിരിയായാലും. എന്റെ മുന്നിലുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, നിങ്ങൾ 5 നേരം നമസ്കരിക്കുന്നവരാണോ? പുകവലി ഉപേക്ഷിക്കണം. നിങ്ങൾ 5 നേരം നമസ്കരിക്കുന്നവരാണോ? ലോട്ടറിയുമായി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാതിരിക്കുക. അള്ളാഹ് ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യാതിരിക്കുക. അതുകൊണ്ട് ദുനിയാവിൽ യാതൊരു നേട്ടങ്ങളുമില്ല. അതുകൊണ്ട് തിന്മകൾ അധികരിക്കാൻ ഒരുപാട് കാരണങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നന്മയിൽ ജീവിക്കണം, നല്ല മനുഷ്യനായി ജീവിക്കണം. എന്തിനാ? ഏത് സമയത്തും മരണം വരാമെന്ന ചിന്തയാവണം ഉണ്ടാവേണ്ടത്. വിശുദ്ധ ഖുർആനിൽ കാണാം, വമൻ ജാഅ ബിസയ്യിഅ, ആരെങ്കിലും തിന്മയിൽ കൊണ്ടുവന്നാൽ ഫകുബ്ബത വുജൂഹുഹും ഫിന്നാർ, തീർച്ചയായും അവര് നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നവരാകണം. മുഖം കുത്തി വീഴുന്നവരാണ്. തിന്മയിലാണ് ജീവിക്കുന്നത് എങ്കിൽ നന്നാവാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. ചിന്തിക്കുക നിങ്ങള്, ഉപദേശം കൂടുതലുള്ള സമുദായം മുസ്ലിമീങ്ങളാണ്. വെള്ളിയാഴ്ച ഉപദേശം മുസ്ലിമീങ്ങൾക്കാണ്. യൂട്യൂബ് തുറന്നാൽ മതപ്രഭാഷണങ്ങളുടെ പരമ്പരയാണ്. യൂട്യൂബില് ഇസ്ലാഹി പ്രഭാഷണങ്ങളുടെ പരമ്പരയാണ്. എന്നിട്ടും എന്തേ നമ്മൾ നന്നാവാത്തത്? 20 വർഷം കൊണ്ട് ഈ പള്ളിയിൽ ഖുതുബ കേൾക്കുന്നില്ലേ? എന്നിട്ട് എന്തേ നമ്മള് സുബഹിന്റെ ജമാഅത്തിൽ കൃത്യമായി പങ്കെടുക്കാത്തത്? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നന്മയുടെ മാർഗത്തിലാണ് ജീവിക്കേണ്ടത്, തിന്മയുടെ മാർഗത്തിലല്ല. അങ്ങനെ തിന്മയിലാണ് ജീവിക്കുന്നത് എങ്കിൽ അത്തരം ആളുകൾ മുഖം കുത്തിയാണ് നരകത്തിലേക്ക് വീഴുക എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇത് നിങ്ങൾ ചിന്തിക്കാം. എറണാകുളം ടൗണിലേക്ക് പോയാൽ 2 മണിക്കും 1 മണിക്കും 3 മണിക്കും കൗമാരങ്ങൾ ചായ കുടിക്കുന്നു, ഇല്ലേ? വിവിധ സ്ഥലങ്ങളിൽ വന്ന് എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന, ഡോക്ടർക്ക് പഠിക്കുന്ന, കുസാറ്റിൽ വർക്ക് ചെയ്യുന്ന, ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്ന 18, 19, 20 വയസ്സുള്ളവർ 1 മണിക്ക് ചായ കുടിക്കാൻ ആൾ സുഹൃത്തുമായി നടുറോഡിലാണ്. ഇവിടെയല്ലേ ധാർമ്മികത വേണ്ടത്? ഇവിടെയല്ലേ ഖുർആനിൽ ഉപദേശം നൽകേണ്ടത്? 2 മണിക്കാണ് ചായ കുടി, കിടന്നുറങ്ങേണ്ട സമയം. മാതാപിതാക്കൾ അറിയുന്നില്ല. കൃത്യമായ മാതാപിതാക്കൾ പൈസ അയച്ചു കൊടുക്കുകയാണ്. നമ്മുടെ മക്കളെങ്ങാനും നമ്മുടെ കൺമുമ്പിലല്ലാതെ ബാംഗ്ലൂരോ വേറെ എവിടെയെങ്കിലും പഠിക്കാനായി പോയിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നു, പാപ്പമാരോട് പറയുന്നു, ഇശാ നിസ്കരിച്ച് നിങ്ങൾ വിളിക്കണം, നിർബന്ധമായി വിളിക്കണം. അവരോട് ആദ്യം ചോദിക്കേണ്ടത് ഇത് ക്ലാസ് ഉണ്ടോ എന്നല്ല, ഭക്ഷണം കഴിച്ചോ എന്നല്ല ചോദിക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം, മോനെ മഗ്‌രിബ് നമസ്കരിച്ചോ എന്ന് ചോദിക്കണം. എത്ര മാതാപിതാക്കളുണ്ട്? ചിന്തിക്കുക നിങ്ങൾ. അവനോട് ചോദിക്കണം, ഇശാ നിസ്കരിച്ചോ എന്ന് ചോദിക്കണം. ഇല്ല എന്നാണ് മറുപടി എങ്കിൽ വാപ്പ ചൂടാകണം. നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഭക്ഷണം എപ്പോഴെങ്കിലും കഴിച്ചോളൂ. ക്ലാസ് ഉണ്ടായാലും ഇല്ലെങ്കിലും അവൻ പഠിക്കും. പക്ഷേ നമസ്കാരമുള്ള മക്കളായിട്ട് മാറ്റണം. കാരണം കാലം മോശമാണ്. അവരോട് പറയണം, രാത്രി ഇശാ കഴിഞ്ഞാൽ പിന്നെ നീ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ട. അത്ര അപകടമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം നന്മയിലാകണം. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ജീവിതവും നന്മയിലാകണം. തിന്മയുടെ മാർഗത്തിലേക്കല്ല പോവേണ്ടത്. എന്താണ് ലഹരി വ്യാപിക്കാനുള്ള കാരണം? പ്രണയം വ്യാപിക്കാനുള്ള കാരണം? കൊലപാതകങ്ങള് വ്യാപിക്കാനുള്ള കാരണം? മാതാപിതാക്കളെ വലിച്ചെറിയുന്ന മക്കള്. അതുപോലെ തന്നെ തന്റെ ഇഷ്ടം 18 വയസ്സുള്ള 19 വയസ്സുള്ള 20 വയസ്സുള്ള പെണ്ണിനോട് പറഞ്ഞാൽ അതവൾ നിഷേധിച്ചാൽ പെട്രോൾ ഒഴിച്ചുകൊണ്ട് കത്തിക്കുന്ന കാലഘട്ടം. അതല്ല, വീടിനകത്ത് കയറിയിട്ട് ആക്രമിക്കുന്ന കാലഘട്ടം. എന്ന ഈ മക്കളുടെ മനസ്സില് പേനയുമായി, പുസ്തകവുമായി, പാഠപുസ്തകങ്ങളുമായി കലാലയങ്ങളിലേക്ക് പോകുന്ന മക്കളുടെ മനസ്സിൽ എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള അക്രമങ്ങൾ കടന്നു വന്നത്? ഒറ്റ മാർഗമേ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ, ഒറ്റ മാർഗമേ ഉള്ളൂ. നിങ്ങൾ പിശാചിന്റെ കാൽപാദങ്ങളെ പിൻപറ്റരുത്. ലഹരി പിശാചിന്റെ മാർഗമാണ്. പ്രണയം പിശാചിന്റെ മാർഗമാണ്. അതേപോലെ തന്നെ മാതാപിതാക്കളെ വലിച്ചെറിയല പിശാചിന്റെ മാർഗമാണ്.
അങ്ങനെ തുടങ്ങിയിട്ട് ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതൊക്കെ ഈ പിശാചിന്റെ മാർഗമാണ്. ഖുർആൻ പറയുന്നു 7-ാം അധ്യായം സൂറ അറാഫിലെ 27-ാമത്തെ വചനം, ഇന്നമ യാ ബനി ആദമ, അല്ലയോ ആദം മക്കളെ, ലാ യഫ്തിനന്നകും ശൈത്വാൻ, പിശാച് നിങ്ങളെ തീർച്ചയായും വഴിതെറ്റിക്കാതിരിക്കട്ടെ, ഫിത്നയിലാക്കാതിരിക്കട്ടെ. പിശാച് നിങ്ങളോട് നല്ലതെല്ലാം പറയുന്നത്, പിശാച് തിന്മയുടെ മാർഗങ്ങളാ പറയണത്. 10 മണിക്കും 9:30ക്കും 10:30ക്കും കിടന്നുറങ്ങേണ്ട നിങ്ങളോട് ഉറങ്ങണ്ട എന്ന് പറഞ്ഞ ടൗണുകളിൽ രാത്രികാലങ്ങളിൽ സഞ്ചരിക്കാനാണ് പിശാച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, പിശാച് നിസ്കാരങ്ങൾ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ വീടിന്റെ ഉമ്പറത്ത് വാപ്പയുണ്ടാകും. പേടിയാ. മക്കൾക്ക് പേടിയുണ്ടോ? ഇല്ല. 10:30 മണിക്ക് വന്നാലും ചോദിക്കാൻ ആരുമില്ല. ഇനി ചോദിച്ചാലോ 11 മണിക്ക് വന്നാലും ചോദിക്കാൻ ആരുമില്ല. 12 മണിക്ക് വന്നാലും അഥവാ മാതാപിതാക്കളെ ചോദിച്ചാൽ ആ മാതാപിതാക്കളെ ചോദ്യം ചെയ്യുന്ന മക്കളായി മക്കൾ വളരുകയാണ്. തിന്മയുടെ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. ഖുർആൻ പറയുന്നു, ഇന്നമാ യഅ്മുറുകും ബിസ്സൂഅ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. നിങ്ങളുടെ മക്കള് പിശാചിന്റെ കാൽപാദങ്ങൾ പിൻപറ്റരുത്. എന്തേ കാരണം? ഇന്നമാ യഅ്മുറുകും ബിസ്സൂഅ, അവൻ നിങ്ങളോട് ചീത്ത കാര്യങ്ങളാ കൽപ്പിക്കുന്നത്, തിന്മയാ കൽപ്പിക്കുന്നത്. മദ്യപിക്കണമെന്നാണ് പിശാചിന്റെ കൽപ്പന, അടികൂടണമെന്ന പിശാചിന്റെ കൽപ്പന, കൊല്ലണമെന്ന പിശാചിന്റെ കൽപ്പന. വയോവൃദ്ധയായ അമ്മയെ ഇനി എന്തിനാ നോക്കണത്? വലിച്ചെറിയാനാ പിശാചിന്റെ കൽപ്പന. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത്, വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. 1 അല്ല 2 അല്ല 5 അല്ല 7 അല്ല, അതിലധികം സ്ഥലങ്ങളിൽ അന്ന് പറഞ്ഞൊരു വാക്കാണ്, ഒരു പിശാചിന്റെ കാൽപാദങ്ങളെ പിൻപറ്റല്ലേ എന്ന്. നോക്ക് നിങ്ങൾ, ഈ ഖുർആനിന്റെ ബോധനമാകണം നമ്മളിൽ ഉണ്ടാവേണ്ടത്. നീചമായ വൃത്തിയാണ് പിശാച് കൽപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങള് അല്ലാഹുവിനെ കുറിച്ച് പറയാനായി ആ പിശാച് നിരന്തരമായി ഉപദേശിച്ചു കൊണ്ടേയിരിക്കും. ചോദിക്കട്ടെ, നമ്മുടെ മക്കളിലേക്ക് വരാം. നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ? നമ്മുടെ മക്കള് ധാർമ്മിക ബോധമുള്ളവരാണോ? ഈ പറയപ്പെട്ടതായ കൂട്ടുകെട്ടിൽ നിന്നും മക്കള് പെട്ടിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? 21 വയസ്സ് വരെ 22 വയസ്സ് വരെ അവസാനം അവര് ട്രെയിനിൽ കയറി പോകുമ്പോ ഉമ്മയാണ് അവരുടെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തത്. 22ാമത്തെ വയസ്സില് വൈകുന്നേരം 5 മണിയായി, കാണുന്നില്ല. 5:30 മകള് പറഞ്ഞു ഇപ്പൊ വരും. 5:45 6 മണിയാകുമ്പോഴേക്ക് ആ 22 വയസ്സുള്ള പൊന്നാര മകളുടെ മൊബൈല് സ്വിച്ച് ഓഫ് ആകുകയാണ്. ഒക്കെ നിങ്ങള് ഒക്കെ പെൺമക്കളില്ലേ? എത്രയോ മാതാപിതാക്കളാണ് കോടതി കയറി ഇറങ്ങിയത്. എന്താ പറഞ്ഞത്? 21 വയസ്സുള്ള പെണ്ണ് പറയുന്നു എനിക്ക് ഈ മാതാപിതാക്കളെ വേണ്ട എന്ന് പറയുന്ന കാലഘട്ടം. അവിടെയല്ലേ ഖുർആൻ നമ്മളെ വിളിക്കുന്നത്? 21 വയസ്സുള്ള പെണ്ണ് പറയുന്നു എനിക്ക് എന്റെ ഉമ്മാനെ വേണ്ട. പിന്നെ ഇന്നലെ കണ്ട മുടി വളർത്തിയ, ഇന്നലെ കണ്ട കോലമില്ലാത്ത, ഇന്നലെ കണ്ട വിദ്യാഭ്യാസമില്ലാത്ത, സംസ്കാരമില്ലാത്ത, മതമില്ലാത്ത അവന് മതി എന്ന് പറയുന്ന ഒരു സംസ്കാരത്തിലേക്ക് എത്തിയില്ലേ? ഇവിടെ നിന്നാണിത്? ഇവിടെ 7ാം ക്ലാസ് ഒരു മദ്രസയിൽ പഠിച്ച പെണ്ണാണ്. ഒക്കെ നിങ്ങള്. അതുകൊണ്ട് ഒറ്റ മാർഗമുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ മക്കൾക്ക് പണം കൊടുക്കണം, വിദ്യാഭ്യാസത്തിന് മക്കൾക്ക് പണം നൽകണം, ഇസ്ലാമികമായ വസ്ത്രധാരണത്തിന്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പണം കൊണ്ടിട്ട് നിങ്ങളുടെ മക്കള് 6ഉം 7ഉം 8ഉം വെടിയേറ്റ കീറിയ പാന്റാണ്, ജീൻസാണ് ധരിക്കുന്നതെങ്കിൽ അത് ഇസ്ലാമിക സംസ്കാരമാണോ? ചിന്തിക്കുക നിങ്ങള്. നമ്മൾ കൊടുത്ത പണം കൊണ്ട് വാങ്ങിയ ഫാന്റ് എല്ലായിടത്തും കീറിയിട്ടുണ്ട്, കീറാത്ത സ്ഥലം ബാക്കി മാത്രമേ ഉള്ളൂ. എന്റെ വാപ്പ ചോദിക്കാഞ്ഞത്? ഓരക്കെട്ട മുടി വെട്ടിയത് എന്റെ വാപ്പ ചോദിക്കാഞ്ഞത്? ഇസ്ലാമിക വേഷമല്ല മോളത് എന്താ വാപ്പ ചോദിക്കാഞ്ഞത്? നമ്മുടെ ബാധ്യതയല്ലേ? എങ്ങനെയാണ് അവന് മക്കളെ നന്നാക്കേണ്ടത്? അതുകൊണ്ട് മക്കളെ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുത്താനും അതേപോലെ തന്നെ ആ തിന്മയിൽ നിന്ന് തിന്മയിലേക്ക് പോകാതിരിക്കാനും വേണ്ട ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഇസ്ലാമും
അതേപോലെ തന്നെ മറ്റുള്ളവരും പറയുന്നുണ്ട്. അതിലൊന്ന് 7 മണി മുതൽ 7 മണി വരെ മക്കൾക്ക് ഫോൺ കൊടുക്കാതിരിക്കുക. ഒറ്റമാർഗമാണ്. 7 മണി മുതൽ 7 മണി വരെ മക്കൾ ഫോൺ ഉപയോഗിക്കരുത്. അതേപോലെ ഫോൺ ഉപയോഗിച്ചാൽ തന്നെ പഠനമാണെങ്കിലും അത് മാതാപിതാക്കളെ മുമ്പിലായിരിക്കണം. രണ്ടാമത്തേത്, നിരന്തരമായി മക്കളെ നിരീക്ഷിക്കണം. മൂന്നാമത്തേത്, നിസ്കാരം കഴിഞ്ഞാൽ അപ്പയും ഉമ്മയും ഭക്ഷണം കഴിക്കുമ്പോ മകനുണ്ടാകണം. മക്കളുണ്ടാകണം വീട്ടില്. ഇശാന് ജമാഅത്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത പള്ളിയിൽ നിസ്കരിച്ചിട്ട് ആ മകൻ വീട്ടിലുണ്ടാകണം. അല്ലാതെ കറങ്ങാൻ പോകാൻ, കൂട്ടുകാരോടൊപ്പം പോകാൻ വിട്ടു കഴിഞ്ഞാൽ അവസാനം 11 മണിയാകുമ്പോ സ്റ്റേഷനിൽ ഫോൺ വരും. വാപ്പയ്ക്ക് ഒന്നും അറിയാത്ത പാവപ്പെട്ട വാപ്പ വിളിക്കും, നിങ്ങളെ മകനാണോ അതിനാൽ? അതെ, അവനെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. എന്താ സാറേ? അത് ലഹരിയുമായി കൂട്ടുകാരുമായി കറങ്ങി. എന്റെ മോൻ എങ്ങനെയല്ല, അല്ല ശരിയാണ്. പക്ഷെ എന്റെ വാപ്പ ഇശാ നിസ്കരിക്കാൻ ആ മോനോട് പറയാതിരുന്നത്? ഇശാ നിസ്കാരം കഴിഞ്ഞ ആ മോനോട് വീട്ടിൽ വരാൻ എന്നെ പറയാതിരുന്നതാ? 11 മണിക്കും 12 മണിക്കും 1 മണിക്കും കറങ്ങാൻ പ്രിയപ്പെട്ട മാതാപിതാക്കൾ വീട്ടില്ലേ? അല്ലാഹു കാക്കുമാറാവട്ടെ. അതുകൊണ്ട് രാത്രിയിൽ ഇശാ കഴിഞ്ഞാൽ മക്കൾ വീട്ടിലുണ്ടാകണം. അതേപോലെ തന്നെ ചീത്ത കൂട്ടുകെട്ടുകൾ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കണം. പിന്നെ ചെയ്യേണ്ടത് നിസ്കാരമുള്ള മക്കളാക്കി വളർത്തണം. ഖുർആൻ പറയുന്നു, വിശുദ്ധ ഖുർആനിൽ 29-ാം അധ്യായം സൂറ അൽ അൻകബൂത്തിലെ 45-ാമത്തെ വചനം, നിസ്കാരം നിലനിർത്തണം കേട്ടോ. നിസ്കാരം നിലനിർത്തണം. അന്ന് പറയുകയാണ്, എന്താണ് ഗുണം? ശാരീരികമായ ഗുണങ്ങൾ ധാരാളമുണ്ട്, മാനസികമായ ഗുണങ്ങൾ വേറെയുമുണ്ട്, പിന്നെ ഭൗതികമായ ഗുണങ്ങൾ വേറെയുമുണ്ട്. അന്ന് പറയുന്നു, തീർച്ചയായും നമസ്കാരം എന്നത് തൻഹാ, അത് തടയും, അനിൽ ഫഹ്ശാഇ വൽ മുൻകറ, മ്ലേച്ഛമായ വെറുക്കപ്പെട്ട ലഹരി പോലെയുള്ള, ചീത്ത കൂട്ടുകെട്ട് പോലെയുള്ള, അനാവശ്യങ്ങൾ പോലെയുള്ള, പടച്ചവന് ഇഷ്ടമില്ലാത്ത മാതാപിതാക്കളെ തലകുനിയുന്ന അവസ്ഥയിൽ നിന്ന് സംസ്കാരം തടയും. ഇല്ലേ മുഅ്മിനീങ്ങളെ? നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനെ 21 വയസ്സുള്ള പെണ്ണ് അവസാനം കോടതി മുറിയിൽ മാതാപിതാക്കളെ തള്ളിപ്പറയും. എത്രയോ കഥകളാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പറയാറുണ്ടല്ലോ, തട്ടമിട്ട പെണ്ണ് കുട്ടുതുടർന്ന കാലഘട്ടം, അല്ലെ? തട്ടമിട്ട പെണ്ണ് കുട്ടുതുടർത്തുകൊണ്ട് മാറുന്ന കാലഘട്ടം. മാതാപിതാക്കളെ തലകുനിയുകയാണ്. മാതാപിതാക്കൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. ഇവിടെയാണ് മക്കൾക്ക് ധാർമ്മിക ബോധം കൊടുക്കേണ്ടത്. ഒന്നാമതായി നിസ്കാരമുള്ള മക്കളാക്കണം. അല്ലാഹു പറയുന്നു, മോശമായ മ്ലേച്ഛമായ എല്ലാ തിന്മയിൽ നിന്നും ആ നമസ്കാരം തടയും. അല്ലാഹുവിനെ ഓർക്കുക എന്നതാണ് ഏറ്റവും വലുത്. വല്ലാഹു യഅലമു മാ തസ്നഊൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ് എന്ന് ഖുർആൻ പറയുകയാണ്. ചിന്തിച്ച നിങ്ങള്, തിന്മയിൽ ജീവിക്കുന്ന ആളുകൾ, അക്രമങ്ങളുമായി ജീവിക്കുന്ന ആളുകൾ, കൊലപാതകങ്ങളുമായി ജീവിക്കുന്ന ആളുകൾ, അവിടെ ഖുർആൻ ഒരു ആയത്തുണ്ട്. അത് കണ്ടില്ലേ? പട്ടാപ്പകലാണ് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ പട്ടാപ്പകലാണ് ഒരു മനുഷ്യനെ വെട്ടിക്കൊന്നത്. അവൻ ആരാ? ഗുണ്ടയായിരുന്നു. നമ്മുടെ നാട് ഗുണ്ടകളുടെ നാടായിട്ട് മാറുകയാണ്. ഒരാളെയും കൊല്ലാൻ മടിയില്ലാത്ത അവസ്ഥ. അവൻ മുമ്പൊരാളെ കൊന്നിരുന്നു. നോക്ക് നിങ്ങള്, വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കണ്ടോ? വിശുദ്ധ ഖുർആനിലെ ഒരു വചനം, 42-ാം അധ്യായം സൂറ അശ്ശൂറയിലെ 40-ാമത്തെ വചനം. മറ്റുള്ളവരെ കൊന്ന്, മറ്റുള്ളവനെ ആക്രമിച്ചുകൊണ്ട്, രസിച്ചുകൊണ്ട് ഗുണ്ടകളായി ജീവിക്കുന്ന ആളുകളുണ്ടല്ലോ, അതിലൂടെ പണം കൊയ്യുന്ന ആളുകൾ, അവര് ആ ചെയ്തു പോയ പ്രവർത്തനത്തിൽ തന്നെ കൊല്ലപ്പെടും. അല്ലാഹു പറയുന്നു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലഹാ. 42-ാം അധ്യായം സൂറത്ത് ശൂറയിലെ 40-ാമത്തെ വചനം, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തും മിസ്ലഹാ. തിന്മക്ക് അതുപോലത്തെ തിന്മ കൊണ്ട് തന്നെ അല്ലാഹു തആല ശിക്ഷ കൊടുക്കും. വാളെടുത്തവൻ വാളാലെ. കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്, കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അതുകൊണ്ട് തിന്മയുടെ മാർഗങ്ങളല്ല, നന്മയുടെ മാർഗത്തിലേക്കാണ് വരേണ്ടത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളെ നമസ്കാരമുള്ളവരായി മാറ്റണം. ഉമ്മയോട് ശബ്ദമുയർത്തിയാൽ
വാപ്പ ഉപദേശിക്കണം, വാപ്പയോട് ശബ്ദമുയർത്തിയാൽ ഉമ്മ ഉപദേശിക്കണം. അതുപോലെ സഹോദരിമാരെ ചേർത്ത് പിടിക്കാൻ കഴിയണം. പള്ളിയുമായുള്ള ബന്ധങ്ങള് മക്കൾക്കുണ്ടാകണം. ട്യൂഷൻ കഴിഞ്ഞ മക്കൾ 5:30 മണിക്കാണ് വരുന്നതെങ്കിൽ ഒന്നാമതായി കൊടുക്കേണ്ട ഉപദേശം എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് എടുത്തോ എന്നല്ല, അസ്ര നമസ്കാരമുള്ള മക്കളായിട്ട് വളർത്തേണ്ടത് മാതാപിതാക്കളെ കടമയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ നമസ്കാരമുള്ള മക്കള് ഒരു തിന്മയിലേക്ക് പോകില്ല. നിങ്ങൾ നോക്കാൻ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, സൂറ അൽ മുദ്ദസ്സിറിലെ ചില വചനങ്ങളുണ്ട്, 41 മുതൽ 47 വരെ. അനിൽ മുജ്രിമീൻ, തിന്മയിൽ ജീവിച്ച ആളുകള് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അള്ളാഹു പറയുന്ന കുറ്റവാളികളെ പറ്റി അന്വേഷിക്കും. നിങ്ങൾ എന്തിനാണോ ഈ നരകത്തിൽ വീഴാൻ വന്നത്? നിങ്ങൾ നരകത്തിൽ വീഴാനുള്ള കാരണം എന്താണ്? ആ നരകത്തിന്റെ മാലാഖമാര് ചോദിക്കും. അപ്പൊ ഒരു പറയുന്ന മറുപടി, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല, അതുകൊണ്ടാണ് ഈ നരകത്തിലേക്ക് വന്നത്. ഞങ്ങള് സാധുക്കളായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരായിരുന്നു. ഞങ്ങള് തോന്നിയവാസത്തിൽ മുഴുകിയാണ് ജീവിച്ചത്. വാക്ക് കേട്ടു, നിസ്കരിച്ചില്ല. പള്ളിയിലേക്ക് വിളിച്ചു, പോയില്ല. വെക്കേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു, പോയില്ല. പാതിരാത്രി വരെ റോഡിന്റെ സൈഡിൽ മൊബൈലുമായി മറ്റുള്ളവരെ കളിയാക്കി പരിഹസിച്ചുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചത്. മരണമുണ്ട് എന്ന പലരും പറഞ്ഞതാണ്, നിങ്ങൾ അംഗീകരിച്ചില്ല. മരണാനന്തര ജീവിതമുണ്ട് എന്ന് പറഞ്ഞതാ, നിങ്ങൾ കേട്ടില്ല. പരലോകമുണ്ട് എന്ന ഉസ്താദന്മാരെ വിളിച്ചു പറഞ്ഞതാണ്, ഖതീബുമാരെ വിളിച്ചു പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങള് തോന്യവാസികളായി, തെമ്മാടികളായി തിന്മയിലാ ജീവിച്ചത്. അങ്ങനെയാണ് ഞങ്ങളിലേക്ക് മരണം വന്നെത്തിയത്. അതാണ് നരകത്തിലേക്ക് വരാനുള്ള കാരണമെന്ന് വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ലഹരി വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബം, നമ്മുടെ വീട്, നമ്മുടെ മക്കള്, നമ്മുടെ പരിസരം, നമ്മുടെ അയൽവാസി, നമ്മുടെ സ്നേഹിതന്റെ മകന് ഒരു ആപത്ത് പറ്റിയാൽ നമ്മുടെ ആപത്തായി, പ്രയാസമായി തിരിച്ചറിയണം. എന്തുണ്ട് മാർഗം ഈ തിന്മയിൽ നിന്നും മാറാൻ, ലഹരിയിൽ നിന്നും മാറാൻ, കൊലപാതകത്തിൽ നിന്നും മാറാൻ, മാതാപിതാക്കളെ വലിച്ചെറിയുന്ന മക്കളില്ലാതിരിക്കാൻ, പ്രണയത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ ഇല്ലാതിരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഖുർആൻ പറയുന്നു, അല്ലാഹുവിനെ അറിയണം, പടച്ച റബ്ബിനെ അറിയണം, മനസ്സിലാക്കേണ്ടതുപോലെ അല്ലാഹുവിനെ മനസ്സിലാക്കണം. എന്നിട്ട് വേണം, പടച്ച റബ്ബിലേക്ക് മടങ്ങുക, തിന്മയില്ലാതെ ജീവിക്കുക, നന്മയുള്ള മനുഷ്യന്മാരായി മാറുക. വഅഖൂലു ഖൗലി ഹദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഅൽ മുഅ്മിനീന വൽ മുസ്ലിമീന അജ്മഈന അസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് ഉസല്ലി വഉസല്ലിമു അലാ റസൂലിൽ അംബിയാഇ വൽ മുർസലീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. യാ അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങൾ, ഒരിക്കൽ കൂടി തഖ്വയോടെ ജീവിക്കണമെന്ന് നിർത്തുകയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, പ്രവാചകൻ പഠിപ്പിക്കുന്നത്, അഫ്ളലു ദുആഇ വ അഫ്ളലു ദിക്രി, പ്രാർത്ഥനയിൽ ഏറ്റവും മഹത്തായ ഒന്നും അതേപോലെ തന്നെ ആ പ്രാർത്ഥനയാണ്, അത് ദിക്റും കൂടിയാണ്. അഫ്ളലു ദിക്രി എന്തെന്നറിയുമോ? കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, വീട് എവിടെയും എത്തിയിട്ടില്ല, ഒരുപാട് പ്രയാസങ്ങളുമായി നമ്മൾ ജീവിക്കുമ്പോ ഒരാളെ നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ആ മനുഷ്യനോട് സങ്കടങ്ങൾ പറയണ്ട. ഇമാം ഗസാലി റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ,
മനുഷ്യനോട് സങ്കടങ്ങൾ പറഞ്ഞാൽ പരിഹസിക്കും, അള്ളയോട് പറഞ്ഞാൽ പരിഹരിക്കും. മനസ്സ് തുറന്നു പറയണം. വിഷമങ്ങൾ ഉണ്ടാവട്ടെ. ഈ ഇരിക്കുന്ന ആർക്കാ വിഷമങ്ങളില്ലാത്തത്? ഇന്നും രാവിലെ ഹോസ്പിറ്റലിൽ പോയ ആൾക്കാർ ഇതിനകത്തില്ലേ? ഇന്നലെ വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയ ആൾക്കാരില്ലേ? കടങ്ങളിലുള്ള മനുഷ്യന്മാരില്ലേ? ഒരാൾ ചോദിക്കുമ്പോ എങ്ങനെ എന്റെ ജീവിതം? അൽഹംദുലില്ലാ. മകൻ ഗൾഫിലല്ലേ? അൽഹംദുലില്ലാ. മക്കളെ വിവാഹം കഴിഞ്ഞില്ലേ? താമസിക്കുന്നില്ലേ? അൽഹംദുലില്ലാ. എങ്ങനെയുണ്ട് കച്ചവടം? അൽഹംദുലില്ലാ. അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ അവനാണ് മുഅ്മിൻ. അഫ്ളലു ദുആഇ, അതൊരു ദുആയാണ്. വഅഫ്ളലു ദിക്രി, അതൊരു ദിക്റാണ്. നമ്മളോട് ഒരാൾ വിശേഷങ്ങൾ ചോദിക്കുമ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ അൽഹംദുലില്ലാ അത് നന്മയായി രേഖപ്പെടുത്തും. നമ്മുടെ സങ്കടങ്ങളൊന്നും ആരോടും പറയണ്ട, റബ്ബിനോട് മാത്രം പറഞ്ഞാൽ മതി. അതുകൊണ്ട് നിങ്ങളെ രണ്ടാമത്തെ ഖുത്ബയിൽ പറയാനുള്ളത് മനസ്സ് തുറന്നു പറയണം. അൽഹംദുലില്ലാ. സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും പടച്ചവൻ സ്തുതിക്കാനും അള്ളാഹു തന്നതിൽ റബ്ബിനെ വാഴ്ത്താനുമുള്ള ഒരു നല്ല മനസ്സുണ്ടാക്കിയെടുക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരിമാരോടാണ്. ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ് ഇൻഷാ അല്ലാഹ് എല്ലാ ബുധനാഴ്ചയും 2:30 മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. സഹോദരിമാർ പങ്കെടുക്കണം. പുരുഷന്മാർക്കുള്ള ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസ് എല്ലാ ബുധനാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും ഇൻഷാ അല്ലാഹ് ഇശാക്ക് ശേഷം ഒരായത്തും അതിന്റെ അർത്ഥവും. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഹജ്ജ് ആണ് ഇപ്പോൾ അതിന്റെ സിലബസുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് ആരംഭിക്കുകയാണ്. താല്പര്യമുള്ള ആളുകൾ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വെക്കേഷനാണ്. നമ്മുടെ മക്കള് നമ്മുടെ കയ്യിൽ നിന്ന് പിടുത്തപ്പെടാതിരിക്കുക. തൊട്ടടുത്ത സ്ഥാപനമായ ജാമിഅ ഈ വരുന്ന ഏപ്രിൽ 30 മുതൽ മെയ് 1 മുതൽ 5 വരെ 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ക്യാമ്പസ് സമ്മർ ക്യാമ്പ് നടക്കുകയാണ്. താല്പര്യമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ പള്ളിയുമായിട്ട് വിടുക. നമ്മുടെ മക്കളെ ആ 5 ദിവസം ആ ക്യാമ്പിൽ പങ്കെടുത്ത് വേറൊന്നിനുമല്ല നമുക്ക് വേണ്ടി മയ്യിത്ത് നമസ്കരിക്കാൻ കഴിവുള്ള മക്കളാക്കി മാറ്റി. ദുനിയാവിൽ കിട്ടാനുള്ളത് നമുക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് അല്ലാഹു ഗഫൂർ ലഹു എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് കഴിയണമെങ്കിൽ ഈ ക്യാമ്പ് കൊണ്ട് ഗുണപ്പെടും. ആ രൂപത്തിലേക്ക് മക്കളെ വളർത്തി തയ്യാറാക്കുക. റഹ്മാനായ റബ്ബ് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മദ്രസ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾ നമ്മുടെ മദ്രസയിൽ കുട്ടികളെ ചേർത്ത് പഠിപ്പിക്കാനുള്ള സന്നദ്ധത അറിയിക്കണമെന്ന് ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാവട്ടെ. പള്ളിയുടെ സ്വതഖ അല്ലാഹു നൽകിയതിൽ നിന്നും അവന്റെ മാർഗത്തിൽ സഹായിക്കുക. റഹ്മാനായ റബ്ബ് നന്മയിൽ ജീവിക്കാനും നല്ല മനുഷ്യരായി ജീവിക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മുഴുവൻ വിശ്വാസികൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ധാരാളമുണ്ട്. അവർക്ക് അല്ലാഹു തആല പരിപൂർണമായ ശിഫ നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കച്ചവടത്തിൽ എല്ലാവിധ ഹൈറും ബർക്കത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, കഠിനമായ ചൂടാണ്, നിന്റെ റഹ്മത്തായ മഴ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. പടച്ചവനെ, കഠിനമായ ചൂടാണ്, നിന്റെ റഹ്മത്തായ മഴ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقم الصلاة والحمد لله رب العالمين.